ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ആംബുലൻസുകളിൽ എത്തിക്കുന്നതും സർവ്വമത പ്രാർത്ഥനയ്ക്ക് ശേഷം അവ സംസ്കരിക്കുന്നതും പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് പുത്തുമലയിൽ ഇപ്പോൾ 38 മൃതദേഹങ്ങൾ സംസ്കരിക്കാനായി സജ്ജീകരിച്ച സ്ഥലത്ത് ഇതിനോടകം 228 പേരുടെ ശവകുടീരങ്ങളാണ് ഉയർന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നോവേറും കാഴ്ചയായി മാറുകയാണ് പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷൻ. ചൂരൽമലയെയും മുണ്ടക്കയെയും തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയായി മാറുകയാണ് പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ നിന്നുള്ള ഈ കാഴ്ചകൾ. 228 പേരുടെ മൃതദേഹങ്ങളാണ് 10 ദിവസത്തിനിടയിൽ ഈ പ്ലാന്റേഷന്റെ മുകളിലും താഴെയുമായി ഇതിനോടകം സംസ്കരിച്ചിരിക്കുന്നത്. ശരീരഭാഗങ്ങൾ മാത്രം 186 പൂർണ്ണ മൃതദേഹങ്ങൾ 42. ഈ കണക്കുകൾ ഓരോ ദിവസവും ഉയർന്നു തന്നെ വരികയാണ്. കഴിഞ്ഞ 4-ാം തീയതി വൈകിട്ടാണ് ആദ്യമായി 8 മൃതദേഹങ്ങൾ ഇവിടെ സംസ്കരിക്കാൻ എത്തിക്കുന്നത്. 65 സെന്റ് സ്ഥലത്ത് 38 മൃതദേഹങ്ങൾ സംസ്കരിക്കുകയായിരുന്നു ആദ്യം ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലിലൂടെ എടുത്ത തീരുമാനം. പക്ഷേ പിന്നീട് കണ്ടെത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങിയതോടെ ഇതേ സ്ഥലത്ത് തന്നെ മറ്റ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള ഒരു തീരുമാനം പിന്നീട് കൈക്കൊള്ളുകയായിരുന്നു. ഈ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ ആരുടെയും കരളലിയിപ്പിക്കും. പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 5 വർഷം പിന്നിടുന്ന അതേ ദിനത്തിൽ പുത്തുമലയുടെ മറുഭാഗത്തു നിന്നുള്ള കാഴ്ച ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ്. 228 പേരുടെ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ജീർണിച്ചു പോയ മൃതദേഹങ്ങൾക്കാണ് എല്ലാ ആദരവും നൽകിക്കൊണ്ട് പോലീസിന്റെയും മതമൈത്രിയുടെ പ്രതീകമായി വിവിധ വിശ്വാസങ്ങളിൽ ഉൾപ്പെട്ട ആചാര്യന്മാരുടെയും എല്ലാ ആദരവും നൽകിക്കൊണ്ട് ഇവിടെ ഇങ്ങനെ സംസ്കരിച്ചിരിക്കുന്നത്. പേരും വീടും ഒന്നും അറിയത്തില്ലാത്തതിനാൽ ഈ കാണുന്ന സർവേ കല്ലുകളിൽ എഴുതപ്പെട്ടിരിക്കുന്ന നമ്പറുകളിലായിരിക്കും ഇവർ ഇനിയങ്ങ് അറിയപ്പെടുക. ഈ ദുരന്തത്തിന്റെ മഹാദുരന്തത്തിന്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മയായി മാറുകയാണ് പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ. ക്യാമറമാൻ പ്രജിത് കാങ്ങോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.